പരാതി എപ്പോഴും ഉള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് അൻസിബയുടെ കേസ് തള്ളിയതിനു ശേഷം, ഇതിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞതിനു ശേഷം വളരെ ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് കമന്റ്സുകളെല്ലാം വരുന്നത്. ജസ്റ്റിസ് ഫോർ അൻസിബ നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ? ധൈര്യമായിട്ട് ഇടാൻ പറ്റുമോ? കുറച്ച് ആൾക്കാരുണ്ട്, നട്ടലുള്ള കുറച്ച് ആൾക്കാർ ഇടുന്നുണ്ട്, ജസ്റ്റിസ് ഫോർ അൻസിബയെന്ന് ഇടുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, ആ ഒരു പെണ്ണിന്റെ ഭാഗത്ത് ന്യായം കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കിടന്ന് സംസാരിക്കുന്നത്. ഇവിടെ ന്യൂസുകാരുടെ ഓരോ ന്യൂസ് മാത്രം എല്ലാവരും പോയി കേൾക്കും. ഇവിടെ സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരുന്ന നമുക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ അവർ മൂവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഇൻഫർമേഷനൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എടോ, നിങ്ങളുടെ മുമ്പിലാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് എന്തിനാണ്? നാളെ ഈ കാണുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിമാർക്കോ അല്ലെങ്കിൽ ചേട്ടന്മാർക്കോ അമ്മയ്ക്കോ പെങ്ങൾക്കോ അച്ഛനോ ആർക്ക് വേണമെങ്കിലും ഇതുപോലുള്ള കേസുകൾ വരാം, കള്ള കേസുകൾ. ആ സമയത്ത് മീഡിയക്കാർ ചിലപ്പം ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, മീഡിയക്കാർ ഷൂട്ട് ചെയ്യുന്നു, നാട് മൊത്തം കാണുന്നു. അവൻ പ്രതിയാണെന്ന് പറഞ്ഞായിരിക്കും കൊണ്ടുവന്നത്. പക്ഷെ നാളെ അവൻ നിരപരാധിയാന്ന് പറയുമ്പോൾ ഈ ന്യൂസുകാരെങ്കിലും പുറത്തു വിടുവോ ഇല്ലയോ? അപ്പോഴും കുറേ ആൾക്കാരെ ആശ്രയിക്കുന്നത് നമ്മുടെ അടുത്താണ്. നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. പണ്ടൊക്കെ മിക്ക കേസുകൾ വരുന്നതായിരിക്കും നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ന്യൂസുകാർക്ക് കണ്ടന്റ്, അതും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ കണ്ടന്റും കാര്യങ്ങളൊക്കെ അവർക്കത് മാത്രമേ അവർ നോക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എല്ലാം കൂടെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. പക്ഷെ അവിടെ ആരും വ്യൂവോ കാര്യങ്ങളോ ഒന്നും കാണത്തൊന്നുമില്ല. കാരണം എല്ലാവരും ജസ്റ്റ് ഇതിനകത്ത് എന്തെങ്കിലും തേങ്ങയുണ്ടോ, എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് ഉണ്ടോ എന്ന് മാത്രം ചിലപ്പോൾ നോക്കുമായിരിക്കും. ആത്മാർത്ഥമായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം അവിടെ നിൽക്കും. ആത്മാർത്ഥമായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം. ഞങ്ങൾ പറയുന്ന ഇപ്പം കണ്ടില്ലേ, ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞ് പുള്ളിക്കാരിക്ക് അത് പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന അൻസിബയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെ കമന്റ് ഇടാറുള്ളൂ. പക്ഷെ അത് ഉൾപ്പെടെ ഇവർക്ക് കൊണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഈ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറയുന്നത് അതുല, പിന്നെ യൂഷ്വൽ സൈക്കോ, ഞാനാ. കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് അവർക്ക് ജസ്റ്റിസ് കിട്ടണം. കാരണം ഒരു പെണ്ണിനെ ഇട്ട് എല്ലാവരും കൂടിയിട്ട് വട്ടം കറപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് പിന്നെ ഈ ഒരു വ്യക്തിനെ വെറുക്കുന്നവരൊന്ന് ലൈക്കും കൂടെ അടിച്ചേരും. പരമാവധി ദയവ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. ചിലപ്പോൾ നാളെ മുതൽ ഈ വീഡിയോസ് ഒന്നും കാണത്തില്ലായിരിക്കും. ഞങ്ങളുടെ വീഡിയോ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള കാര്യങ്ങൾ മൂവൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഈ കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, സത്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്നത്. നാളെയും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് ആ ഒരൊറ്റ കാരണം കൊണ്ട്. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മളിത് വന്നിടുമ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊന്ന് പോയി നിങ്ങളുടെ അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് ഇതിനകത്തൊരു തേങ്ങയില്ല മാങ്ങയില്ലെന്നും പറഞ്ഞിട്ട് അങ്ങ് പോകും. ആത്മാർത്ഥമായിട്ടുള്ളവർ, ഞാൻ എപ്പോഴും പറയുന്നത്, ഒരാൾ ആത്മാർത്ഥയോടെ ഇടുക ആ പെണ്ണിന് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി. ഇപ്പം കേരളത്തിലെ ജനങ്ങൾ അവിടെ കൂടാന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇവറ്റകളൊക്കെ എങ്ങനെ, ഞാനൊരു കാര്യം പറയാം, ഇവറ്റയുടെയൊക്കെ പടം പോയി കാണുന്നത് നിങ്ങളെയൊക്കെ പറയണം. കാണരുത്. ആ അമ്മ സംഘടനയിലെ ഇടവേള ഭാവമൊക്കെ ഉള്ള സമയത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമായിരുന്നു. ഇടവേള ഭാവമൊക്കെ ഉള്ള സമയത്തൊക്കെ അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ തീരും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിലെ ചവറ് പിള്ളേരെ പോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കുന്നു, പട്ടികളെ പോലെ കിടന്ന് കുരയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ഒരു നാണവും മാനവും ഇല്ലാത്ത രീതിയിൽ കിടന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ അമ്മ സംഘടനയിലെ ആൾക്കാർ എത്രമാത്രം മോശമായിട്ടുള്ള രീതിയിലാണ് കാണുന്നതെന്ന്. അത് ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ടോണ്ട്. ആ ഇടവേള ബാബുവിനെ പോലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എന്തായാലും ഇതിനെ ഒന്ന് വെറുക്കുന്നവരൊന്ന് ലൈക്ക് അടിച്ചു. എനിക്ക് എൻ്റെ എണ്ണം ഒന്ന് കണ്ടാലേ എനിക്കൊരു സമ്മാനം കിട്ടത്തുള്ളൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബും കൂടെ ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്യുക. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് കമന്റ് കൂടെ ഇട്ടോ. ഒപ്പം എന്നെ പറ്റി അപകീർത്തികരമായ പലതരം വീഡിയോസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുമ്പും ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് മേഡം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്? സോഷ്യൽ മീഡിയ വന്നിട്ട് കള്ളങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അത് കണ്ട് മനസ്സിലാക്കും. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അതിന്റെ സത്യാവസ്ഥ കൊണ്ട് നിരത്തും. അതുകൊണ്ടാണ് മേഡം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതിന്റെ ഇത്. അല്ലെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കാൻ നോക്ക്. 20 ലക്ഷത്തിന്റെ ഒരു കാര്യം വന്നു, 20,16,000 രൂപ ഒരു പ്രൊഡ്യൂസറിന്റെ കയ്യിൽ. ആ കേസും കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഒരു പ്രൊഡ്യൂസറിനെ പറ്റിച്ചതിന്റെ 20,16,000 രൂപ. അല്ലെങ്കിൽ അതിന്റെ തെളിവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കാണിക്കും, നിങ്ങൾ നിരപരാധിയാണെന്ന്. എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല? നിങ്ങൾ പറയുന്ന കേസ് തള്ളിപ്പോയെന്ന്, എന്നിട്ട് പിന്നെ പറയുന്ന കേസ് പിന്നെ നടക്കുവാണെന്ന്. ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത രീതിയിലാണ് ഈ ലക്ഷ്മിപ്രിയ വന്ന് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ വന്നിട്ട് ജനങ്ങൾ മണ്ടരല്ല. ഈ പറയുന്ന ന്യൂസിലും കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് അതാണ് സത്യം എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. നിങ്ങളുടെ ഓരോ കള്ളങ്ങളും ഇവിടെ കൊണ്ടുവരും.
സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഡിഫമേഷൻ ഒക്കെ കൊടുക്കുകയാണ്, അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ പിൻവലിച്ചുകൊള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ നമുക്കൊരു മനുഷ്യന് തുറന്നു നോക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തലക്കെട്ടുകൾ ചേർത്തുകൊണ്ട് വരികയാണ്. അതിന്റെ അടിയിൽ മുഴുവനും ഇങ്ങനത്തെ മോശമായ കമന്റ്സുമാണ് വരുന്നത്. ഇതെന്ത് മോശമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ആ പെണ്ണിന് നീതി കിട്ടണം എന്ന് പറഞ്ഞ ഒറ്റ കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. അല്ലാതെ മേഡത്തിന് ഇവിടെ മോശമായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? അതിന് നീതി കിട്ടണം. അതിന് നീതി കിട്ടുമല്ലേ വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യൂട്യൂബേഴ്സിന് അങ്ങനെ പുച്ഛിക്കല്ലേ? പിന്നെ തലക്കെട്ടുകളൊക്കെ ചിലപ്പോൾ മിസ്ലീഡിംഗ് ഒക്കെ കൊടുത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ ആൾക്കാർ കാണാതെ വരുമ്പോൾ ചില ആൾക്കാരൊക്കെ മിസ്ലീഡിംഗ് കൊടുക്കും. പക്ഷെ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കി പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ കേരളത്തിലാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഏറ്റവും കൂടുതൽ പവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ പവറാണ്. ഇവിടെ ഒരു പൊളിറ്റീഷ്യൻ, ഒരു MLA അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ ഇവരൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ വിചാരിക്കണം. മേഡത്തിന്റെ പടം നാളെ ആൾക്കാർ പോയി കാണണമെങ്കിൽ ഈ ആൾക്കാർ കയറണം, ടിക്കറ്റ് എടുത്ത് പൈസ എടുത്ത് കയറണം. അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയുടെ പടം ആൾക്കാർ ചിലപ്പോൾ കയറി കാണത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. അല്ല, നിങ്ങൾക്ക് പടമില്ല, അത് വേറെ കാര്യം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതെങ്കിലും നടന്മാരുടെ ഏതെങ്കിലും പടത്തിൽ ഒരു മുഖം കാണിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ ആൾക്കാർ പോലും തിരിഞ്ഞു പോലും നോക്കത്തില്ല. ചിലപ്പോൾ ആ പടം പോലും ആൾക്കാർ തിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കുട്ടിയെ സ്നേഹിച്ചു കൊണ്ട് നടന്നതിന്റെ പേരിലാണ് നമ്മൾ ഈ വേദനകളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് നാണമില്ല ഒരു കൊച്ചിനെ സ്നേഹിച്ചെന്ന് പറയുന്നത്? എന്തോ ഒരു കാര്യം വാട്സപ്പിൽ അയച്ചു കൊടുത്ത് അത് പേഴ്സണലായിട്ട് തീർക്കേണ്ട പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തീർക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ബോധം വിവരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുട്ടിയെ സ്നേഹിച്ച് അങ്ങനെ നാണം മാനം ഉളുപ്പും വേണം. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അതെനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. അത് ആര് ചെയ്യിപ്പിച്ചാലും കുറ്റക്കാരെ കണ്ടെത്തി അർഹമായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പരാതി കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും പരാതി എടുക്കാൻ വേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവർ ഉത്തരവാദിത്തമായിട്ട് അത് ചെയ്യും. ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ വരുന്നതിന് തുടർച്ചയായിട്ട് വരുമ്പോ പോലീസിന് ഒരു പരിധി ഉണ്ടാവുന്നത്. കമന്റ് അല്ലല്ലോ പെർട്ടിക്കുലർ ആയി ചില ആൾക്കാർ ഇരുന്നു കൊണ്ട് വീഡിയോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്കിലാണ്. അല്ല, യൂട്യൂബ് കൊണ്ട് ഫേസ്ബുക്കിലും ഞാൻ കാണുന്നുണ്ട്. പോസ്റ്റുകൾ ഇടുന്നുണ്ട്. പോസ്റ്റുകളല്ല, എന്നെ പറ്റിയിട്ട് അപകീർത്തികരമായ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായ വീഡിയോകൾ, വളരെ മോശമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത യൂട്യൂബ് വീഡിയോസ് ആണ് ഞാൻ കൂടുതലായിട്ട് കണ്ടത്. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വളരെ മോശം, ലജ്ജാകരമായിട്ടുള്ള ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിന് ചേരാത്ത വിധത്തിലുള്ള, അതും ഒരു സ്ത്രീയെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള ഒരു ചിന്തയില്ല. എന്തൊരു വിഷയം വന്നാലും പെണ്ണുങ്ങളുടെ സ്ഥിരം ഡയലോഗാണ് സ്ത്രീ. എന്താണ് മേഡം സ്ത്രീ? പറ. ഞാനൊരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. എപ്പോഴും ഈ ഒരു കാർഡ് ഇറക്കരുത് കേട്ടോ. അതത്ര നല്ലതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ആ ബിഗ് ബോസിൽ പോയപ്പോഴും ഇത് തന്നെ ഇറക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഒരുപാട് കള്ളങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ ഇവിടെ പുറത്ത് കാണിക്കുന്നത്. അപ്പം അഭിമാനത്തിന്റെ കാര്യത്തിൽ സ്ത്രീ പുരുഷനൊന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, ഒരു സ്ത്രീയാണ്, എതിരെ ഉള്ളതും ഒരു സ്ത്രീയാണല്ലോ, കൂടെയുള്ളതും ഒരു സ്ത്രീയാണല്ലോ. അപ്പം അത് പോലും നോക്കാണ്ട് വളരെ മോശമായിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം വീഡിയോസ് നീക്കം ചെയ്യണം എന്നുള്ളതാണ്. നീക്കം ചെയ്യണം എന്ന് മാത്രമല്ല, അതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കണം. കൃത്യമായിട്ട് നിയമത്തിന് മുന്നിലേക്ക് അവരെ കൊണ്ടുവരണം. ഇനി ഒരാൾക്ക് ഈ അനുഭവം ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം. എനിക്കറിയില്ല, അതൊക്കെ നമ്മൾക്ക് ഊഹാപോഹങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അവരത് വേണ്ട. നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ന്യൂസുകാർക്ക് കൊടുക്കുന്നത്? ഇതൊക്കെ എന്തിനാ ന്യൂസുകാരെ കാണിക്കുന്നത്? ഞാൻ അറിയാൻ ഭയത്തോണ്ട് ചോദിക്കുക. ഇതൊക്കെ എന്തിനാ ന്യൂസുകാരോട് പറയുന്നത്? ന്യൂസുകാരെ കൊടുത്താൽ ലോകം മൊത്തം അറിയാം. അതിനെ ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഇത് കാണുന്നവർക്ക് അതിന്റെ മറുപടിയും കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് ചാനൽ കൊണ്ടോണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഇതൊക്കെ സംസാരിക്കുന്നത്. മേഡം, ഇതെന്താ ഇത്? ബാക്കിയുള്ള പേർ മണ്ടരാക്കുന്ന കൊള്ളാം, നല്ലതാ. കുറച്ചും കൂടെ വിവരം ഉള്ളത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അതൊന്നും ഇല്ല ഇതിലാണ്. പുച്ഛം ഉള്ള കാര്യം പറയാലോ, ശരിക്കും പുച്ഛം മാത്രം. ഓക്കെ, ഇവരെ കുറിച്ച് നമ്മുടെ നടി പറയുന്ന അതൊന്ന് വെച്ചുതരാം. ഞാൻ അൻസിബ വിഷയത്തിലാണ്. അയ്യോ, ആ വീഡിയോ ഓൺ ആവുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നു. ഈശ്വര. ഓക്കെ, അൻസിബ പറയുന്നത് ലോജിക്കലാണ്. അൻസിബ പറയുന്നത് പരദൂഷണമല്ല. അൻസിബയുടെ പേര് മറ്റൊരു യൂട്യൂബ് ചാനലിൽ കൂടെ വന്ന് ഭാവിയിൽ ചീത്തയാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അൻസിബ മീഡിയ എടുത്ത് വന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ തന്നെ കേരളത്തിൽ സർവൈവ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പരദൂഷണവും ലൈറ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെയൊക്കെ പബ്ലിക് ഇമേജ് അത്ര ഇമ്പോർട്ടന്റ്. ആക്ടേഴ്സ് അല്ലേ,
അവിടെ പിന്നെ രഹസ്യമായിട്ട് വാർത്തകൾ യൂട്യൂബർക്ക് ചോർത്തിക്കൊടുത്ത് നമ്മളുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ നല്ല മീഡിയയിൽ വന്നിട്ട് ഇത് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അതെ, ഇത് നേരത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുകയും ചെയ്യും. നമുക്കതിൻ്റെ അഭിപ്രായം പറയാം. നമ്മളെ അഭിപ്രായം പറയുമ്പോൾ ജനങ്ങൾ കാത്തിരിക്കും എന്താണ് സത്യാവസ്ഥ. അപ്പോൾ ഓരോ സത്യാവസ്ഥകളും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം യൂട്യൂബേഴ്സിൻ്റെ ഓരോരുത്തർ ചോർത്തി കൊടുക്കുന്നു. ഇവർ തന്നെയൊക്കെയാണ്, ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ഈ യൂട്യൂബേഴ്സിന് ഇതെല്ലാം ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ചോർത്തി കൊടുത്തുമ്പം ഈ പെണ്ണിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തും അല്ലേ? ഇതൊക്കെ ഒരു ന്യൂസായിട്ട് വരുമ്പോൾ കുറ്റപ്പെടുത്തും. അതിൻ്റെ സത്യാവസ്ഥയാണ് നമ്മൾ തപ്പിക്കൊണ്ടുവരുന്നത്. ഇതിപ്പം നമുക്കെതിരെയുള്ള കേസും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴാണ് അതിനേക്കാളും കോമഡി ആവുന്നത്. അത് ടിനി ടോമുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയരുന്നത്. അത് അതെ, അൻസിബ നേരിട്ട് കേട്ടതല്ല. ഉറപ്പായിട്ടും ഒരാൾക്കെതിരെ പരദൂഷണം പറയുമ്പോൾ അവരോട് നേരിട്ട് പറയില്ലല്ലോ. അപ്പൊ അത് കേട്ടത് നീന കുറുപ്പാണെന്ന് പറയുന്നു. നീന കുറുപ്പ് അതിൽ തെളിവ് കാണിക്കണമെന്നാണ് കേട്ടു. നീന കുറുപ്പിന്റെ അല്ലല്ല, നീന കുറുപ്പ് ടിനിയോട് പറയുന്നുണ്ട് നിർത്ത്, ഇല്ലെങ്കിൽ ഞാനിത് ലൗഡ് സ്പീക്കറിൽ ഇടുന്നു പറഞ്ഞ് അൻസിബെ ഫോണിൽ വിളിച്ച അൻസിബ നീന കുറുപ്പിന്റെ ഫോണിൽ കൂടെയാണ് ഇത് കേട്ടത്. ഫോൺ ഓണാക്കി വെച്ചേക്കുമായിരുന്നു നീന. ശരി, അപ്പൊ അതൊക്കെ കേട്ടിട്ടുണ്ട്. അൻസിബ കൃത്യമായി കേട്ടിട്ടുണ്ട്. തെളിവ് കാണിക്കണം എന്ന് പറഞ്ഞാൽ അൻസിബ കേട്ടു. അൻസിബ കേൾക്കാത്തൊരു കാര്യത്തിലൊന്നും വന്ന് അഭിപ്രായമൊന്നും പറയത്തില്ല. അൻസിബെ നമുക്ക് അറിയാം, ടിനി ടോം ഒരു വലിയ പ്രശ്നത്തിലായിരുന്നു പ്രേംനസീർ വിഷയത്തിൽ. ഏറെ നിൽക്കുമ്പോഴാണ് അൻസിബയുടെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തത്. ആ സമയത്ത് അൻസിബ പ്രേംനസീർ ഫൗണ്ടേഷനിലെ ടിനിയെ കൊണ്ടുപോയി ശരിയാക്കി. അൻസിബ എന്തൊരു നല്ല കുട്ടിയാന്ന് പറഞ്ഞ് ടിനിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ ഇലക്ഷന് അൻസിബയും സരയുണിയൊക്കെ സപ്പോർട്ട് ചെയ്തത് ടിനിയാണ്. അഭിപ്രായം പറഞ്ഞു തുടങ്ങിയപ്പോ പിടിച്ചില്ല. സ്വന്തം അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറയുന്നവര് കണ്ടുപിടിക്കുകയല്ലോ. യഥാർത്ഥത്തിൽ സ്ത്രീകൾ മുകളിലേക്ക് എത്തിയതല്ല, നേതൃത്വത്തിലേക്ക് എത്തിയതല്ല. സ്ത്രീകൾ അഭിപ്രായം പറയുന്ന, അതായത് സ്വന്തം അഭിപ്രായം പറയുന്ന സ്ത്രീകൾ വേണ്ട എന്നതാ അല്ലേ? സ്വന്തം അഭിപ്രായം ആവുമ്പോ പ്രശ്നമാണ് അവര്. അൻസിബ എനിക്ക് നല്ല രീതി അറിയാം. അല്ല, നമ്മൾ ഷോ കണ്ടിട്ടുള്ള പരിചയം അല്ല, നേരിട്ട പരിചയമൊന്നും ഇല്ല. ഇനി എല്ലാവരും വിചാരിക്കും എൻ്റെ ദൈവമേ. ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കൾക്കും നല്ല പരിചയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ജനുവനാണ്, എങ്ങനത്തെ ഉള്ളതാണെന്നൊക്കെ അറിയാം. ഇവിടെ ജിഹാദി അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ ഇവിടെ സംസാരിച്ച് കൂട്ടിയതെല്ലാം ആരൊക്കെയാണ്? ഈ പറയുന്ന നടിമാരൊക്കെ തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഞങ്ങളെയും കൂടെ വായടപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്ത് കേസ് കൊടുത്താലും ശരി, എന്തെങ്കിലും കേസ് കൊടുത്ത് നമ്മൾ ധൈര്യമായിട്ട് വീഡിയോ ഇടാമെന്ന് കരുതി. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക ഇടയ്ക്കൊക്കെ. ജസ്റ്റിസ് ഫോർ അൻസിബ, ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് കമൻറ്റ് ബോക്സ് മൊത്തം അറിയണം. ഓക്കെ, ബൈ, ലവ് യു ഗൈസ്. അപ്പം ജസ്റ്റ് ഒന്ന് ചെയ്തൊരു വീഡിയോ ആണ്. ഇനിയും ഉണ്ട് കാര്യങ്ങളൊക്കെ, വഴിയേ പറയാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.